നോക്കണില്ല. അനവധി അപകടങ്ങളിലാവട്ടെ, ഇതിലൊക്കെ തന്നെ ലഹരിയുടെ സാന്നിധ്യം മറ്റാരേക്കാൾ കൂടുതൽ പോലീസിന് അറിയാൻ പറ്റും. പക്ഷേ ഔചിത്യത്തിൻ്റെ പേരിൽ നമുക്ക് പലപ്പോഴും ആ വിവരങ്ങൾ പുറത്തു പറയാൻ കഴിയാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏത് നിലയ്ക്ക് നോക്കിയാലും സമൂഹത്തെ മൊത്തം തകർക്കുന്ന രീതിയിൽ ലഹരി വ്യാപിച്ചു കഴിഞ്ഞു. ഈ അവസരത്തിലാണ് നമുക്ക് അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലുള്ളൊരു എളിയ പ്രവർത്തനത്തിന് നമ്മൾ തുടക്കം കുറിക്കുന്നത്. നിങ്ങൾക്കറിയാം, ലോക്കൽ പോലീസ് പോലെ കോസ്റ്റൽ പോലീസിൽ നേരിട്ട് ഇടപെടാൻ പ്രയാസങ്ങളുണ്ട്. ആ സമയത്താണ് നമുക്ക് വളരെ നമ്മളുമായി സഹകരിക്കുന്ന രീതിയിൽ നമ്മുടെ SP മുതൽ അഡീഷണൽ SPയും നമ്മുടെ തിരൂർ DYSPയും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരും, അതുപോലെ പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ ജലീൽ CI മധു ഉൾപ്പെടെയുള്ള പോലീസ് ഓഫീസർമാരും എല്ലാവരും ഒറ്റക്കൈയായിട്ട് മുന്നോട്ട് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം ഒരു പ്രവർത്തനം ആസൂത്രണം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചത്. ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ പൗരന്മാരായിട്ട് വളരുന്നത്. അതുകൊണ്ട് ഒരു സ്കൂളിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും സമൂഹത്തിൽ അത്രയധികം കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ഭാവിയിൽ അത്രയും കേസുകൾ പോലീസിന് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ അവസരത്തിൽ കുട്ടികളെ ഡീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പാരൻറ്റിങ് പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ചില സ്കൂളുകളിലെങ്കിലും വളരെ അനഭിലഷണീയമായിട്ടുള്ള ചില പ്രവണതകൾ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ മാറിയ സാഹചര്യത്തിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുള്ളതുപോലെ അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ ശക്തമായ രീതിയിൽ ഇടപെടാനോ അവരെ നേർവഴിക്ക് നടത്താനോ പറ്റാത്ത ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പല അധ്യാപകർക്കും സത്യത്തിൽ ഭയമുണ്ട്. നമ്മൾ സ്കൂളുകളിലൊക്കെ ബന്ധപ്പെട്ട സമയത്ത് എനിക്കുള്ള നേരിട്ട് അനുഭവം പറയാം, പലരും ഭയപ്പാടോടുകൂടി നമ്മളോടൊന്നും തുറന്നു പറയുന്നില്ല. ഈ അവസരത്തിലാണ് ഓരോ സ്കൂൾ PTA-യുടെയും ചുമതലക്കാരനായിട്ട് ഒരു പോലീസ് ഓഫീസറെ നിയോഗിച്ചുകൊണ്ട് നമ്മുടെ നിലവിലുള്ള SPG എന്ന് പറയുന്ന സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം ഈ കവചം പദ്ധതിയിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അതിന് ലോക്കൽ പോലീസിന് വേണ്ട സൗകര്യങ്ങളും സഹായങ്ങളും കോസ്റ്റൽ പോലീസിൻ്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റേയും ഭാഗത്തുനിന്ന് നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെട്ടവരായ കുട്ടികളെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അത്തരം കുട്ടികളെ പുനരധിവസിപ്പിക്കുന്നതും കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുന്നതിനും ഈ പദ്ധതിയിൽ നമ്മൾ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് എനിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഒരു കാര്യം എനിക്ക് ഉണർത്തിക്കാനുള്ളത്, പൊന്നാനി കേന്ദ്രീകരിച്ച് നമുക്കൊരു ഡി അഡിക്ഷൻ സംവിധാനത്തോടു കൂടിയിട്ടുള്ളൊരു കൗൺസിലിംഗ് സെൻറ്റർ ലഭ്യമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഈ പദ്ധതിക്ക് വലിയ രീതിയിൽ സഹായങ്ങൾ ചെയ്യുന്ന കാര്യമായിരിക്കും. അതിന് അദ്ദേഹം മുൻകൈയെടുക്കണമെന്നുള്ള റിക്വസ്റ്റ് കൂടി ഈ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് മുന്നാകെ അവതരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ലഹരി മാഫിയ തമ്പടിക്കുന്ന റെഡ് സ്പോട്ടുകൾ പ്രത്യേകമായിട്ട് സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടു കൂടി നമ്മൾ കണ്ടെത്തുകയും അവിടങ്ങളിൽ പോലീസും എക്സൈസും അതുപോലെ യുവജന ക്ലബ്ബുകളുടെ ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെയും സഹായത്തോടു കൂടി ശക്തമായ പട്രോളിംഗ് നടത്തുകയും ഇത്തരം റെഡ് സ്പോട്ടുകൾ സർവൈലൻസിൽ വെക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മറ്റൊന്ന്, സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന കടകൾ, വ്യക്തികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും അവരെ കർശനമായ മേൽനോട്ടത്തിൽ വയ്ക്കാനുള്ള നടപടികളും നമ്മളുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, കേരളം വലിയൊരു സാമൂഹ്യ മാറ്റത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിപ്പോൾ ഉള്ളത്. ഈ സാമൂഹ്യ മാറ്റത്തിൻ്റെ കൂടി ഭാഗമായിട്ട് വേണം നമ്മൾ ഈ ലഹരിയുടെ വ്യാപനത്തെ കാണേണ്ടത് എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഉണർത്തുകയാണ്. ഏതായാലും എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. സമയക്കുറവ് മൂലം മറ്റ് വിശദാംശങ്ങൾ എനിക്ക് ശേഷം സംസാരിക്കുന്ന ഓഫീസേഴ്സ് നിങ്ങളോട് സംവദിക്കുമെന്നുള്ളതുകൊണ്ട് കൂടുതലായിട്ട് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ സമ്മേളനത്തിൻ്റെ ഈ ഔപചാരികമായിട്ടുള്ള ഈ പ്രഖ്യാപന റാലിയുടെ
ഉദ്ഘാടന കർമ്മം ഇന്ന് നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ തിരൂർ ഡിവൈഎസ്പി ശ്രീ ബാലകൃഷ്ണൻ അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ചെറിയൊരു കറക്ഷൻ്റെ അധ്യക്ഷനായിട്ടാണ് അദ്ദേഹം ഉള്ളത്. നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള MLA ശ്രീ നന്ദകുമാർ അവറുകളാണ്. അദ്ദേഹം ഞാൻ പൊന്നാനി കോസ്റ്റൽ പോലീസിൻ്റെ ചാർജ് എടുത്ത സമയത്ത് തന്നെ അദ്ദേഹം ആദ്യമായിട്ട് കണ്ട സമയത്ത് എന്നോട് സംസാരിച്ചത് ലഹരിയുടെ വ്യാപനത്തെക്കുറിച്ച്, അതിൻ്റെ തടയാനുള്ള മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്കൊന്നിരുന്ന് സംസാരിക്കണമെന്നാണ് ഏറ്റവും ആദ്യം എന്നെ കണ്ട സമയത്ത് തന്നെ ആദ്യമായിട്ട് പറഞ്ഞത്. ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതോടൊപ്പം ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ എല്ലാ സപ്പോർട്ടും നമുക്ക് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഉദ്ഘാടകനായിട്ടുള്ള MLAയെ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്താമെന്ന് എത്തിയിരുന്നത് നമ്മുടെ ബഹുമാന്യനായ ജില്ലാ പോലീസ് മേധാവി ശ്രീ R. വിശ്വനാഥ് IPS അവറുകളാണ്. അദ്ദേഹം അടിയന്തരമായിട്ട് ഔദ്യോഗിക ചില കൃത്യങ്ങളുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എത്തുന്ന മുറയ്ക്ക് ഇവിടെ പരിപാടിയിൽ സംബന്ധിക്കാമെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കാൻ ഇവിടെ എത്താമെന്ന് എത്തുന്നത് നമ്മുടെ ആരാധ്യനായിട്ടുള്ള പൊന്നാനി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ശിവദാസ് ആറ്റുപുറമാണ്. അദ്ദേഹം ഔദ്യോഗിക തിരക്കുകൾ മൂലം അദ്ദേഹത്തിന് എത്താൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായിട്ട് ഇവിടെ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ KP രമേഷ് കുമാർ അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ലോഗോ പ്രകാശനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ മലപ്പുറം ശ്രീ മോഹനൻ KP അവർകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ കൈമാറുന്നതിനായിട്ട് നമ്മൾ സ്കൂളുകളിൽ സ്ഥാപിക്കുന്ന ബോക്സ് കൈമാറുന്നതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീ ഫിറോസ് M. ഷഫീഖ് അവർകളാണ്. അദ്ദേഹം നമ്മുടെ മലപ്പുറം ജില്ലയിലെ അഡീഷണൽ SP ആണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ലഹരിയുടെ കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിച്ച് കഴിഞ്ഞു. ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പറഞ്ഞാലും തീരാത്ത അത്ര അനുഭവങ്ങൾ ഉള്ളവരാണ് പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥരെല്ലാം. ഇത് നമ്മുടെ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള കുടുംബ ഭദ്രത ശിഥിലമാക്കുന്നതിന് കാരണമാകുന്നു എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഒരു രസത്തിന് വേണ്ടി, ഒരു താല്പര്യത്തിന് വേണ്ടി വീണ്ടും ഈ മേഖലയിലേക്ക് കൂടുമാറുന്നവരാണ് നമ്മുടെ യുവത്വം. അപ്പോൾ യുവത്വ കാലങ്ങളിൽ ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കൊക്കെ അറിയാം, ഒരു ആൾ മോട്ടോർ സൈക്കിൾ ഓടിച്ചു പോവാണ്. അതിലെ സൈഡ് സ്റ്റാൻഡ് തട്ടാതെ പോവുകയാണെങ്കിൽ നമ്മുടെ ആൾക്കാരെല്ലാം, നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ വലിയ ബോധവാന്മാരാണ്. സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ല എന്ന് ഇദ്ദേഹത്തോട് പറയും. ഏതെങ്കിലും ആൾക്കാർ ഇദ്ദേഹം പോകുന്നത് ഹെൽമെറ്റ് വെക്കാതെയാണ്, നീ ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഒരാളും പറയാറില്ല. നിങ്ങൾ പോകുന്നത് ട്രിപ്പിൾ വെച്ചാണ് എന്ന് മറ്റുള്ളവർ ഈ പോകുന്ന ആളുകളെ ബോധവൽക്കരിക്കാറില്ല. എന്നാൽ സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ലെങ്കിൽ അപ്പം പറയും, എന്ത് സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ല. അതിനേക്കാൾ വലിയ അപകടമാണ് ഹെൽമെറ്റ് വെക്കാതെ പോകുന്നതും ട്രിപ്പിൾ വെച്ച് പോകുന്നതൊക്കെ. അപ്പോൾ യഥാർത്ഥ കാരണം
അറിയാതെ വീണ്ടും വീണ്ടും പല ദൂഷ്യ മേഖലകളിലേക്കും നമ്മുടെ യുവത്വം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ട് എന്ന് കരുതി ഈ മേഖലയിലേക്ക് പോകാതിരിക്കുന്നില്ല. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ 14ഓളം യുവ ഡോക്ടർമാരെയാണ് ലഹരി പദാർത്ഥം ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ അറസ്റ്റ് ചെയ്തത്. വ്യത്യസ്ത മേഖലകളിൽ ഉപരിപഠനം നടത്തുന്ന, അന്യസംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഉപരിപഠനത്തിന് പോയിട്ടുള്ള പല ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളും ലഹരിക്ക് അടിമകളാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ലഹരി കൊണ്ടുവരുന്നതിൽ കാരിയർമാരായി പ്രവർത്തിക്കുന്നവരാണ് ഈ വിദ്യാസമ്പന്നരെല്ലാവരും. അപ്പൊ പൊന്നുമക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നന്മയുടെ ഭാഗത്തേക്കാണോ തിന്മയുടെ ഭാഗത്തേക്കാണോ ലഹരിയുടെ ഉപയോഗം നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കാനും അതിനെതിരെ കവചം തീർക്കാനുമാണ് നിങ്ങളെ ഇന്ന് ഇവിടെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. ഈ കവചം തീർത്തെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ജനറേഷൻ, നമുക്ക് അടുത്ത ഭാവിയിൽ ഈ രാജ്യം അല്ലെങ്കിൽ ഈ സമൂഹം, ഈ സൊസൈറ്റി ഇതുപോലെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ലഹരിയുടെ തിന്മകളെപ്പറ്റി, ദൂഷ്യവശങ്ങളെപ്പറ്റി പലപ്പോഴും നിങ്ങൾ ഉപദേശ രൂപേണ കേട്ടിട്ടുണ്ടാവും. ആ കേൾവിയിലേക്ക് കുറച്ചുകൂടെ ഞാനും കൂടി ഒരു 3-5 വാക്കുകൾ കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കൊള്ളാം. ലഹരി ഉപയോഗത്തിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട് കണ്ടുവരുന്നത് അക്ഷമരായിട്ടുള്ള കുട്ടികളെയാണ്. ക്ഷമ എന്ന് പറയുന്ന സംഗതി അടുത്തുകൂടെ പോയിട്ടുണ്ടാവില്ല. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് വഴക്കടിക്കുന്ന സ്വഭാവം, വീട്ടിൽ പാത്രങ്ങളുണ്ടെങ്കിൽ എറിഞ്ഞു പൊട്ടിക്കുന്ന സ്വഭാവം. ഈ രീതിയിൽ ഞാൻ ഒരാളെ റോട്ടിൽ കൈ കാണിച്ച് നിർത്തി. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത 17 വയസ്സുകാരൻ. ഉമ്മ എല്ലാ ദിവസവും 100 രൂപ കൊടുക്കും. എന്തിന്? പെട്രോൾ അടിക്കാൻ. ഉമ്മാക്കറിയാം കുട്ടിക്ക് ലൈസൻസ് ഇല്ലാതെ. അപ്പം ഞാൻ ഉമ്മായെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ 100 രൂപ ഈ ലൈസൻസ് ഇല്ലാത്ത ആൾക്ക് കൊടുക്കുന്നത്? അപ്പം ഉമ്മ പറഞ്ഞത്, 100 രൂപ കൊടുത്താൽ മാസത്തിൽ 3000 രൂപയെ വരുള്ളൂ. ഒരു ദിവസം 100 രൂപ കൊടുക്കാതിരുന്നപ്പോൾ 42 ഇഞ്ചിട്ടിയ TV ആണ് അവൻ തല്ലിപ്പൊട്ടിച്ചത്. അതിനേക്കാൾ നല്ലത് 100 രൂപ വെച്ച് കൊടുക്കുന്നതല്ലേ മോനെ എന്നാണ് എന്നോട് ഉമ്മ പറഞ്ഞത്. അപ്പം നമ്മുടെ ഇല്ലായ്മകൾ കുട്ടികളെ അറിയിക്കാതെ കുട്ടികൾ ആവശ്യപ്പെടുന്നതെല്ലാം നിറവേറ്റിക്കൊടുത്ത് അവർക്ക് ഒന്നും എനിക്ക് സ്വായത്തമാക്കാവുന്നതൊന്നുമില്ല, എല്ലാം എനിക്ക് കൈവശത്തിൽ ഒതുങ്ങുന്നതാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള, എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് ഇഷ്ടം പോലെ പോക്കറ്റ് മണി ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളുടെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മയക്കുമരുന്ന് സാധന സാമഗ്രികൾ വാങ്ങി ഉപയോഗിക്കുന്നു. അത്തരത്തിലുള്ള ആളുകളുടെ ട്രാപ്പിൽ ഈ വിദ്യാർത്ഥികൾ ചെന്നുപെടുന്നു. അതുകൊണ്ട് അക്ഷമ ആയിട്ടുള്ള ഒരു സമൂഹത്തെ ആണ് നമ്മൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസം ലഭിക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തിരിച്ചറിവാണ്. തിരിച്ചറിയാനുള്ളൊരു പ്രാപ്തി നമുക്കുണ്ടാവണം. ഒരുപാട് സൈൻ സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ തീറ്റ, A+B² ട്രയാങ്കിൾ, അത് ഇത് എന്നൊക്കെ ഒരുപാട് പഠിച്ച് നമ്മുടെ പേരിൻ്റെ ശേഷം ഒരുപാട് ബിരുദങ്ങളൊക്കെ എഴുതി വെച്ചത് കൊണ്ട് കാര്യമില്ല. നമുക്ക് തിരിച്ചറിവുണ്ടാവണം. തിരിച്ചറിവാണ്, അറിവിനേക്കാൾ കൂടുതലായിട്ട് തിരിച്ചറിയണം. നമ്മുടെ രക്ഷിതാക്കൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഗുരുനാഥന്മാർ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. മുതിർന്നവരാരാണെന്ന് തിരിച്ചറിയണം. സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവരാരാണെന്ന് തിരിച്ചറിയണം. ആർക്കാണ് അഭയം വേണ്ടത് എന്ന് തിരിച്ചറിയണം. സമൂഹത്തിലെ അശരണരായവരെ നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിവിലൂടെ നമ്മളാൽ ഒരു സഹായം മറ്റുള്ളവർക്ക് നമ്മൾ പ്രദാനം നൽകുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഈ തിരിച്ചറിവ് നഷ്ടപ്പെടുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ തന്നെ പലപ്പോഴും റോഡ് സൈഡിൽ ലഹരിക്കടിമപ്പെട്ട് ബെഡിൽ കിടക്കുന്നത് പോലെ റോഡ് സൈഡിൽ കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും.
ഇല്ലേ? റോഡ് സൈഡിൽ കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലോ. അത് ലഹരി അടിമപ്പെട്ടാണ്. അവരുടെ ബോധാവസ്ഥയെ ഇല്ലാതാക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർ അബോധാവസ്ഥയിലേക്ക് പോയിട്ടാണ് ഈ റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ തിരിച്ചറിവിൻ്റെ ശേഷി ഇല്ലാതാകും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ലഹരി ഉപയോഗത്തിലൂടെ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ലഹരിക്ക് അടിമപ്പെട്ട ആളുകളുടെ ആയുർദൈർഘ്യം വളരെ കുറഞ്ഞ രീതിയിലാണുള്ളത്. നമുക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യം ലഭിക്കണമെങ്കിൽ ലഹരി വിമുക്തമായിരിക്കണം. ലഹരിയിൽ നിന്ന് നമ്മൾ വിമുക്തി നേടിയിരിക്കണം. ലഹരി ഉപയോഗത്തിലൂടെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും കേടുപാടുകൾ പറ്റുകയും നമ്മുടെ ആയുസ് കുറഞ്ഞു വരികയും ചെയ്യും. നമ്മുടെ സ്വഭാവം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ സ്വഭാവം നന്നായെങ്കിൽ മാത്രമേ നമ്മൾ നന്നാവുള്ളൂ. ഏതൊരു രക്ഷിതാവിനും ഈ പോകുന്നത് എൻ്റെ മകനാണ് എന്ന് പറയണമെങ്കിൽ ആ കുട്ടിയുടെ സ്വഭാവം നന്നായിരിക്കണം. ആ കുട്ടിയെ കണ്ടിട്ട് ഇതെൻ്റെ മോനാണെന്ന് പറയാൻ എനിക്ക് നാണക്കേടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ സ്വഭാവം മോശമാണ് എന്നാണ് അർത്ഥം. അപ്പം ഞാൻ ഈ ചുരുങ്ങിയ വാചകങ്ങളിൽ പറയുന്നത്, ലഹരി ഉപയോഗത്തിലൂടെ പ്രധാനപ്പെട്ട 4 ഗുണങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. ക്ഷമിക്കാനുള്ള കഴിവില്ലാതാകുന്നു, നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവില്ലാതാകുന്നു, നിങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കപ്പെടുന്നു, നിങ്ങളുടെ സ്വഭാവം വളരെ മോശമായിരിക്കും. ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ വളർന്നു വരുന്ന ഓരോ വിദ്യാർത്ഥിനികളും ക്ഷമയുള്ളവരും തിരിച്ചറിവുള്ളവരും ആരോഗ്യമുള്ളവരും സൽസ്വഭാവികളുമായിട്ടുള്ള കുട്ടികളായി വളരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ DYSP, വേദിയിലുള്ള അഡീഷണൽ SP, ഡെപ്യൂട്ടി കമ്മീഷണർ, മറ്റ് ഉദ്യോഗസ്ഥ വ്യക്തികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പ്രിയപ്പെട്ട കുട്ടികൾ, ഇവിടെ നമ്മൾ സംസാരിച്ചപ്പോൾ അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ച ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ദോഷങ്ങളും അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ചൊക്കെയാണ് ചൂണ്ടിക്കാണിച്ചത്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അത് നമുക്കൊക്കെ പലപ്പോഴും നമ്മൾ സംസാരിച്ചതാണ്, ബോധ്യപ്പെടുത്തിയാണ്. ഇവിടെ തന്നെ ഇതേ വേദിയിൽ വെച്ച് തന്നെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ഇവിടെ പൊന്നാനി പോലീസും നമ്മളെ കോസ്റ്റൽ പോലീസും സംയുക്തമായി ആലോചിച്ചുകൊണ്ട് ഇവിടെ ഒരു ലഹരി വിരുദ്ധമായിട്ടുള്ള വിപുലമായ ക്യാമ്പയിൻ, പൊന്നാനിയെ ലഹരിയിൽ നിന്ന് മുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് രൂപം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ സ്വാഗത പ്രസംഗികൻ കോസ്റ്റൽ CI ശശി സൂചിപ്പിച്ച പോലെ അദ്ദേഹം ചാർജ് എടുത്തപ്പോൾ ആദ്യം ഞാൻ സംസാരിച്ചത് കോസ്റ്റലിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം അതിൻ്റെ ഭവിഷ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. നമ്മളെ സമൂഹത്തിൽ എത്ര പേര് ഇത് ഉപയോഗിക്കുന്നു എന്നിപ്പോൾ കണക്കൊന്നും പറയാൻ കഴിയില്ല. ഞാനൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നില്ല. എൻ്റെ സുഹൃത്ത് അജിത്തിനോട് ഞാനത് പറഞ്ഞു. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായി കോളേജിലാണ് പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ കോളേജിലെ പ്രൊഫസറായ ഒരു അധ്യാപിക എന്നോട് പറഞ്ഞത്, നന്നായിട്ട് നമ്മൾ പ്രസംഗിച്ചൊക്കെ കേട്ടിരിക്കുന്ന കുട്ടികൾക്കകത്ത് ഒരു കുട്ടി ലഹരി ഉപയോഗിച്ചിരിക്കുന്ന കുട്ടിയാണ്. ഞങ്ങൾക്കറിയാം. അതാണ് നമ്മുടെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ. ഇതിനെങ്ങനെ നമുക്ക് മോചനം കിട്ടും? പൂർണ്ണമായും നമുക്ക് മോചനത്തിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ നമുക്ക് അപകടമില്ലാത്ത രൂപത്തിലേക്കുള്ള മോചനത്തിലേക്ക് എങ്ങനെ എത്താൻ കഴിയും? അതിനെ സംബന്ധിച്ചിടത്തോളമാണ് ചർച്ച ചെയ്തത്. അവിടെ 3 വിഷയങ്ങളാണ് ഇവിടെ സ്വാഗത പ്രസംഗി സൂചിപ്പിച്ചത്. ഒന്ന്, ലഹരിക്ക് അടിമപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അഡിഷനായിട്ടുള്ള ആൾക്കാരെ അവരെ സംരക്ഷിക്കുന്ന കാര്യം. അതുപോലെ അവയർനെസ്, പൊതുബോധമുണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു ഇടപെടൽ.
അതിനേക്കാളും പ്രാധാന്യത്തോടെ കാണേണ്ടതാണ് ആക്ഷൻ എന്നാണ് എൻ്റെ അഭിപ്രായം. ശക്തമായ രൂപത്തിലേക്കുള്ള നടപടികൾ, ഇത് മൂന്നും കൂടി യോജിപ്പിച്ചെടുത്താൽ മാത്രമേ ഒരളവോളം നമുക്ക് തടയാൻ കഴിയൂ. അതിന് പരിമിതികളുണ്ടായിരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. നമുക്ക് ഒരുപാട് പരാതികൾ നമുക്കെല്ലാം കിട്ടുന്നുണ്ട്. നമ്മളതിൽ ഇടപെടുന്നില്ല, ഇടപെടാൻ അത്ര പെട്ടെന്ന് ശക്തനല്ല എന്നുകൊണ്ടാണ് ഞാൻ ഇടപെടാത്തത്. നമുക്ക് സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂളുകൾക്ക് മുമ്പിൽ, നമ്മുടെ കോളേജുകൾക്ക് മുമ്പിൽ, പൊന്നാനി ഈ മണ്ഡലത്തിനകത്തുള്ള വിവിധ കോളേജുകൾക്ക് പരിസരങ്ങളിൽ, കളിസ്ഥലങ്ങൾക്കുള്ള പരിസരങ്ങളിൽ, നമ്മുടെ കോസ്റ്റൽ മേഖലയിലുള്ള വിവിധങ്ങളായ കേന്ദ്രങ്ങളിൽ, നമ്മളെ നീളാനദി തീരത്തിൽ വരുന്ന ടൂറിസ്റ്റുകൾ, ഇന്ത്യയിലെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ആ മേഖലക്കകത്ത് ഒക്കെയുള്ള നിരവധി പരാതികൾ രാഷ്ട്രീയ പ്രസ്ഥാനക്കാർക്ക് അതൊക്കെ നമുക്കുണ്ടാവും, ഞങ്ങളെപ്പോലത്തെ ജനപ്രതിനിധികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമുക്കിത് എങ്ങനെ ഒരളവോളം തടയാൻ കഴിയും? നല്ലൊരു ആക്ഷൻ പ്ലാൻ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് നല്ല രൂപത്തിലേക്കുള്ള ഒരു ആക്ഷൻ പ്ലാൻ വേണം. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തും ഇപ്പോൾ നമ്മുടെ DDക്ക് അറിയാം, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്തും ഒരു അവയർനെസ്സിനുള്ള ഒരു ക്യാമ്പയിനൊക്കെ നടത്തിയിരുന്നു. ഒരിക്കൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനത്തിനും നടത്തി. അതുകൊണ്ട് മാത്രമാവുമോ നമുക്കുള്ളത്? നമ്മൾ ഏത് വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അനലൈസ് ചെയ്ത് സാധാരണ ഒരു സോഷ്യോ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ അസസ്മെൻ്റ് ഉണ്ടാവും ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ. ഇപ്പോൾ സമൂഹത്തിൻ്റെ ഒരു പൊതുസ്ഥിതിയുടെ ഇന്നത്തെ അവസ്ഥ ഇതിലേക്ക് എത്തിക്കുന്നതിൽ പങ്കുണ്ട് നമുക്ക്. അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ കുടുംബങ്ങളാണ്, നമ്മൾ വീട്ടുകാരാണ്, ഞാനും നിങ്ങളിൽ ഒക്കെ ഉൾക്കൊള്ളുന്ന സമൂഹമാണ് നമുക്കുള്ളത്. പഴയ രൂപത്തിലേക്കുള്ള സമൂഹ ബന്ധങ്ങളാണോ, കുടുംബ ബന്ധങ്ങളാണോ നമ്മുടെ വീട്ടിലുള്ളത്? നമ്മൾ അങ്ങനത്തെ ഉണ്ടോ? ഇപ്പോൾ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു, കുട്ടികൾ ചോദിച്ചൊക്കെ കൊടുക്കും പൈസ എന്നുള്ള രൂപത്തിൽ. നമുക്ക് ആ കുട്ടികളെ ആയിട്ടുള്ള അവരുടെ സ്നേഹത്തിൻ്റെ അളവ് അവർ ചോദിച്ചു കൊടുക്കുക എന്നതിന് അപ്പുറത്തേക്ക് ആ കുട്ടികളെ നല്ല പൗരന്മാരാക്കി വളർത്തിയെടുക്കുന്നതിൽ ഇടപെടലുകൾ പണ്ടത്തെ പോലെയുണ്ടോ? ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് രക്ഷാകർത്തൽ അന്നത്തെ രൂപത്തിലേക്ക് വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അന്നത്തെ ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു ഇടപെടലുകൾ, നമ്മുടെ കുടുംബങ്ങളുടെ ഇടപെടലുകൾ ഇന്നുണ്ടോ? അവനവനിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഉയർന്നു വരികയാണ്. അവനവനിലേക്ക് ചുരുങ്ങുമ്പോൾ അവനവൻ്റെ ആനന്ദം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമുക്കുള്ളത്. ഇവൻ ആനന്ദം കാണുന്നത് ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ്. അതാണ് ആ ഒരു ആ സാമൂഹ്യമായ അന്തരീക്ഷം ഈ ലഹരി ഉപയോഗിക്കുന്നതിൽ വളർത്തിയെടുക്കൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം അവയർനെസ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ ലഹരി ഉപയോഗിക്കാൻ പാടില്ല, അതിൻ്റെ ഭവിഷ്യത്ത് എങ്ങനെയൊക്കെയാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോലെ അതിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇവരെല്ലാം അത് ഇൻവോൾവ് ചെയ്യിക്കാൻ നമുക്ക് എന്താണ് വഴി എന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ആക്ഷൻ പ്ലാനിൻ്റെ ഒരു ഭാഗമാണ് എന്നതാണ്. രണ്ടാമതായിട്ട് ഇവിടെ ശക്തമായ നടപടി വേണം. അതിന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിമിതിയെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ അഡീഷണൽ എസ്പിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ അഭിപ്രായം, ഇവർക്ക് എക്സൈസിനും പരിമിതിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും, പരിമിതി ഉണ്ടാവും. നമുക്ക് അതിന് മെന്നിൻ്റെ കുറവുണ്ടാവും, ബാക്കിയുള്ള വാഹനങ്ങളുടെ കുറവുണ്ട്. ഒരു 10 ആൾ ഒരു സ്റ്റേഷനിലുണ്ടെങ്കിൽ 2-3 ആൾ ലീവാവും, അവർക്ക് മറ്റു വർക്കിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇതിന് അപ്രധാനമായി ഇതൊക്കെ ശരിയാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സത്യസന്ധമായ നിരന്തരമായ ഇടപെടലിൻ്റെ തീരുമാനത്തിൽ കൂടി ഒരു നല്ല രൂപത്തിലേക്കുള്ള ഒരു നീക്കം നടത്തിയാൽ കുറേ നമുക്ക് തടയാൻ കഴിയും. അതിന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിമിതികളെ സംബന്ധിച്ച് നമുക്ക് തുറന്ന് ചർച്ച ചെയ്യാൻ പറ്റും. നമുക്ക് തുറന്ന് ചർച്ച ചെയ്യുക പറഞ്ഞാൽ ഇത് തുറന്ന് ചർച്ച ചെയ്താൽ എല്ലാം കാര്യം ആ തർക്കമെല്ലാം പറഞ്ഞത് നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് ആശയവിനിമയം നടത്താൻ പറ്റും. മറ്റേത് അറിഞ്ഞാൽ ഇതിന് ഇൻഫോർമൻസൊക്കെ അപ്പം തന്നെ പോയി കിടക്കുന്നു. വലിയ വലിയ ആൾക്കാരുടെ കേന്ദ്രമാണ് പൊന്നാനിക്കാലത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വലിയ ഇതിൻ്റെ ഇടപെടൽ നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ബോർഡർ പ്രദേശങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ശക്തമായ രൂപത്തിലേക്കുള്ള ഒരു സംവിധാനം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. എക്സൈസിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ കോമ്പിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്, നമുക്ക് എൻ്റെ കാര്യം ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിനാകെയുള്ള വണ്ടി എത്രയും, ആകെയുള്ള റോഡുകൾ എത്രയും,
ഇവർ കോമ്പിങ്ങിൻ്റെ പരിപാടി കുറ്റിപ്പുറം പാലം കിടന്നാൽ അപ്പോൾ വിവരം കിട്ടും ഇതിനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ ചമ്രവട്ടം പാലം കുറ്റിപ്പുറം പാലം കിടക്കാണ്ട് പൊന്നാനിക്ക് വരാൻ കഴിയില്ല നമ്മുടെ ജില്ലക്കാർ. അപ്പോഴേക്കും വിവരം കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് രക്ഷപ്പെടാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തും. പക്ഷെ അതിന് സമർത്ഥമായി ഇടപെടാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സഹായം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ആക്ഷൻ, ശക്തമായ ഒരു ആക്ഷൻ കൂടി ഇതിൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പൊതു അവയർനെസ്, ഒരു പൊതുബോധം സമൂഹത്തിനാകെ ഉണ്ടാക്കി കൊടുക്കുന്നതോടൊപ്പം തന്നെ കുറ്റവാളികളായ തെറ്റ് ചെയ്യുന്നതിന് അതിന് പ്രോത്സാഹിപ്പിക്കുന്നവർ രക്ഷപ്പെടില്ല, അവർ അകത്താവും എന്നൊരു തോന്നലിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. ഇത് മൂന്നും കൂടി യോജിപ്പിച്ചെടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് കഴിയുള്ളൂ എന്നാണ്. ഇവിടെ ശശി സൂചിപ്പിച്ച പോലെ ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ വേണം എന്നൊരു അഭിപ്രായം കൂടെ സൂചിപ്പിച്ചു. ഇവിടെ ഒരു സെൻറ്റർ ഉണ്ട്, പക്ഷെ അത് ഫങ്ഷനിങ് അല്ല. താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനമുണ്ട്. നമുക്കത് വേണ്ട പ്രകാരത്തിൽ പ്രയോഗത്തിലാക്കാൻ കഴിയുന്നില്ല. അത് നമുക്ക് ഇടപെടാം. എങ്ങനെയാണ് സംബന്ധിച്ച് ആലോചിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതെങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാം. എന്തായാലും ഇതിന് മുൻകൈ എടുത്തിട്ടുള്ള ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട്, അതിന് സഹകരിച്ച എക്സൈസ് ഉദ്യോഗസ്ഥന്മാരോട്, എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഈ സമൂഹത്തോട് ചെയ്യുന്ന ഒരു പ്രതിബദ്ധതയാണ്. തങ്ങളുടെ ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടി മാത്രമല്ല, ആ ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യൽ മാത്രമല്ല, സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത നിർവഹിക്കാനും പോലീസിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ഇവിടുത്തെ പോലീസിന് എല്ലാ അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. യജ്ഞത്തിൽ നമുക്ക് 3 തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടപ്പാക്കേണ്ടത്. 1 അവയർനെസ്, 2 എൻഫോഴ്സ്മെന്റ്, 3 റിഹാബിലിറ്റേഷൻ. അതുകൊണ്ട് തന്നെ പോലീസോ എക്സൈസോ മാത്രം വിചാരിച്ചാൽ ഈ 3 ഘടകങ്ങളും കൂടി എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ജനപ്രതിനിധികളുടെയും മറ്റു NGO-കളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന എല്ലാവിധ വിഭാഗങ്ങളുടെയും സഹകരണത്തോടുകൂടി മാത്രമേ നമുക്ക് ഈ ലഹരിക്കെതിരായിട്ടുള്ള യജ്ഞം ഇവിടെ നടപ്പാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതി പൊന്നാനിയിൽ തുടക്കം കുറിച്ചത് വളരെ അഭിനന്ദനാർഹമാണ്. ഇതിന്റെ തുടർപ്രവർത്തനങ്ങൾ വിലയിരുത്തി നമുക്ക് ജില്ലയിലെയും സംസ്ഥാനത്തെയും മറ്റുള്ള ഭാഗങ്ങളിലെയും കൂടി ഈ പരിപാടി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ആലോചിക്കേണ്ടതുണ്ട്. ഈ കവചം പൊന്നാനി എന്നുള്ള ഈ യജ്ഞത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഉപസംഹരിക്കുന്നു. ഈ പ്രോട്ടോകോളിൽ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിച്ച പൊന്നാനിയുടെ MLA ശ്രീ നന്ദകുമാർ അവർ, അതുപോലെ തന്നെ വേദിയിലുള്ള വിവിധ വകുപ്പുകളുടെ ജില്ലാ മേധാവികൾ, അതോടൊപ്പം ആദരണീയരായ ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട അധ്യാപകർ, കുട്ടികൾ, നിങ്ങളിൽ വളരെ പ്രതീക്ഷയാണ് ജില്ലയിലെ വിവിധ വകുപ്പുകൾ കാണുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നേരെ വൈകിയതുകൊണ്ട് തന്നെ പലർക്കും വീട്ടിലെത്താനുള്ള തിരക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ കവചം പൊന്നാനി വിജയിക്കണമെങ്കിൽ അതിലെ കാവലാളുകളായി പ്രവർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കുമുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിക്കുന്നു. ഓരോ വിദ്യാലയത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ട് 50 കുട്ടികളെയാണ് നമ്മൾ ഈ പദ്ധതിയിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും യൂണിഫോം ധാരികളായ കുട്ടികൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, LSS, JRS. എന്തുകൊണ്ടെന്നാൽ അച്ചടക്കത്തിന്റെ പല പാഠങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അച്ചടക്കമുള്ള ഒരു തലമുറ ജീവിതത്തിൽ ആ അച്ചടക്കം പാലിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പ്രതീക്ഷയോടുകൂടി ഇവിടേക്ക് വിളിച്ചു വരുന്നത്. സോ നിങ്ങളോട് എല്ലാവർക്കുമുള്ള റിക്വസ്റ്റ് ഇതാണ്. കാരണം നമ്മുടെ ചുറ്റിലും ഉള്ള ലഹരി ഉപയോഗം കണ്ടെത്തുകയും അത് രഹസ്യമായി ഇവിടെ നൽകുന്ന പരാതിപ്പെട്ടികളിലൂടെയോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറുകളിലൂടെയോ കൃത്യമായി വകുപ്പുകളെ അറിയിച്ചു കഴിഞ്ഞാൽ, മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ 2 വർഷമായി ഏറ്റവും നല്ലൊരു രീതി എന്ന് പറഞ്ഞാൽ
എക്സൈസ് ആയാലും ഇതിലെ ഗുണഭോക്താക്കളായ പൊതുവിദ്യാഭ്യാസ വകുപ്പാണെങ്കിലും ഇതിന്റെ റീഹാബിലിറ്റേഷന്റെ ഉത്തരവാദിത്വമുള്ള ആരോഗ്യ വകുപ്പാണെങ്കിലും അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ആയാലും എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി ഒരേ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ജില്ലയാണ് മലപ്പുറം. പക്ഷേ നമുക്ക് വളരെ കൃത്യമായി ഈ കുറഞ്ഞ ഉദ്യോഗസ്ഥ സംവിധാനം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എവിടെയെല്ലാം ഇതിന്റെ ചാലക ശക്തികൾ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തുകയും ആ വഴികൾ അടയ്ക്കുകയും ചെയ്യുന്നതിൽ പല പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാവരും ഈ പൊന്നാനി പ്രദേശത്ത് ഇനി ലഹരി ഉപയോഗം ഉണ്ടാവുകയില്ല. അത് ഉണ്ടാവുകയാണെങ്കിൽ അത് കൃത്യസമയത്ത് നമ്മുടെ ഈ തരത്തിലുള്ള നമ്പർ സിസ്റ്റത്തിലൂടെയോ അല്ലെങ്കിൽ നൽകുന്ന പരാതിപ്പെട്ടികളിലൂടെയോ രഹസ്യമായി വിവരങ്ങൾ നൽകുക എന്നുള്ള പൗരധർമ്മം ചെയ്യുന്നു എന്നുള്ളതൊന്ന് ഉറപ്പാക്കിയാൽ തന്നെ നേരത്തെ എക്സ്പ്ലസിൽ പറഞ്ഞ രണ്ട് കാര്യം, കാരണം നമ്മുടെ അവയർനെസ് അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ്, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഭംഗിയായി നടത്താൻ കഴിയും. അപ്പൊ സ്വാഭാവികമായും ഒരു നെറ്റ്വർക്കിനെ നമുക്ക് ഇതിനുള്ളിൽ തുടച്ചു നീക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സ്കൂളുകളിൽ ആരോഗ്യമുള്ള ഒരു യുവതലമുറ ഉണ്ടാകൂ, ലക്ഷ്യബോധമുള്ള തലമുറ ഉണ്ടാകൂ. അത്തരത്തിലുള്ള ഒരു തലമുറ ഉണ്ടാകേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ അവരുടെ വിലപ്പെട്ട സമയം നമുക്ക് നീക്കിവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് ഈ വിവിധ വകുപ്പുകൾ ചെയ്യുന്ന ഈ ഒരു മഹത്തായ പദ്ധതി മൂലം ചെയ്തു തരുന്ന സഹായത്തിന് നന്ദി പറയുകയും എന്റെ യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. വിദ്യാർത്ഥി യുവസമൂഹം ആൺപെൺ വ്യത്യാസമില്ലാതെ ഭീതിയോടെ മനസ്സിലാക്കുന്നു. ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ ഇല്ലാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം ജീവിതത്തിൽ വളർത്തുന്നതോടൊപ്പം ഈ ആശയം വളർത്തുന്നതിന് ഞാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ഞാൻ ഏതെങ്കിലും ലഹരി ഉപയോഗിക്കുകയോ മറ്റുള്ളവരെ ഞാൻ ഇതിനാൽ പരിചയം സാറും ശ്രീ ശശി പ്രേമേലി സാറും സംയുക്തമായിട്ട് അവർ ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ്. ആസൂത്രണം ചെയ്യേണ്ടത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായി മാറിക്കാൻ നമുക്ക് അറിയാവുന്നതാണ്. വിവിധ വകുപ്പുകൾ അവരുടെ തലത്തിൽ ഇങ്ങനെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ആത്യന്തികമായി ഇതിലേക്ക് ഒരു മുൻതൂക്കം നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്. വിദ്യാർത്ഥികൾ അതിനുള്ള പ്രാപ്തി കൈവരിക്കേണ്ടതാണ്. ഇവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ അതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ ഐക്യ വേളയിൽ ഞാൻ ദീർപ്പിക്കുന്നില്ല. ഈ കവചം പൊന്നാനി പരിപാടിക്ക് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ പേരിലും കേരള എക്സൈസിൻ്റെ പേരിലും നേർപ്പിച്ചുകൊണ്ട് എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതേപോലെ തന്നെ ബഹുമാനിത MLA, മറ്റു വിശിഷ്ട അതിഥികളെ, വിദ്യാർത്ഥികളെ, അധ്യാപകരെ, ഈ നേരം വൈകിയ സമയത്ത് ഞാൻ അധികമൊന്നും സംസാരിക്കുന്നില്ല. ഈ പഠനപാത്രത്തിൻ്റെ പഞ്ചായത്ത് അധ്യക്ഷൻ എന്ന നിലയിൽ ഞങ്ങൾ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ലഹരി വിരുദ്ധ പരിപാടിയാണ്. ക്യാമ്പയിനായാലും വാർഡ് തലത്തിലൊക്കെ നടത്താറുണ്ട്. പല ക്യാമ്പയിനുകളും പല ബുദ്ധിമുട്ടുകളുണ്ടായിട്ടും ഞങ്ങൾ പല വിഷമങ്ങളുണ്ടായിട്ടും അതിനൊക്കെ പ്രതിരോധിച്ച് ക്യാമ്പയിൻ നടത്താറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മുന്നോട്ട് വരണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികളായാലും മുതിർന്നവരായാലും വയസ്സായാലും എല്ലാവരും ആളുകൾ ഇതിന് അടിമപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കണം. അപകടകരമാണ്. ഇത്രമാത്രം ഇങ്ങനൊരു പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ ഇവരെ കവചം എന്ന ഒരു പരിപാടി വെച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നിങ്ങളിൽ ഓരോരുത്തരിലും ഓരോ നേതാവ് ഒളിഞ്ഞു കിടക്കുന്നു. നേതാവ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാവല്ല, സാമൂഹിക നേതാവല്ല. നേതാവ് മീൻസ് എ ഗ്രേറ്റ് ലീഡർ.
ആ ഗ്രേറ്റ് ലീഡേഴ്സിനെ ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ കടമ. അതിന് സമൂഹം നിങ്ങളെ സഹായിക്കണം, രക്ഷിതാക്കന്മാരെ സഹായിക്കണം. ഇവിടെ രക്ഷിതാക്കന്മാരാരുമില്ല. അതാണ് ഏറ്റവും നിർഭാഗ്യകരമായൊരു വസ്തുത ഞാൻ കണ്ടത്. രക്ഷിതാക്കന്മാരുടെ സമയമില്ലായ്മയാണ് ഈ ഡ്രഗ് അബ്യൂസ് പോലെയുള്ള ദുരന്തങ്ങൾ സമൂഹത്തിലുണ്ടാകുന്നത്. ആധുനിക ആഗോളവൽക്കരണ സ്വകാര്യവൽക്കരണ ലോകത്തിൽ ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ നേരുന്നില്ല. ലാഭക്കൊതി കൊണ്ടു നിൽക്കുന്നൊരു സമൂഹമാണ്. സ്വാർത്ഥതയും സ്വജനപക്ഷപാതവും അധികാരപ്രമത്തതയും നിറഞ്ഞു നിൽക്കുന്നൊരു സമൂഹമാണ്. ആ സമൂഹത്തിൽ ഓരോരുത്തരെ കുറിച്ച് ജാഗ്രത പുലർത്തുക. 2 ആഴ്ച മുമ്പ് ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ചെറുപ്പക്കാരിയായ ഒരു കുട്ടി ജോലിയുടെ അധികാഭാരം നിമിത്തം ടെൻഷൻ കാരണം ആത്മഹത്യ ചെയ്തു. ഇതൊക്കെ നിങ്ങൾ നാളെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. എങ്ങനെ ജോലിയെ അഭിമുഖീകരിക്കണം, എങ്ങനെ ജീവിതം പടുത്തുയർത്തണം. ഒറ്റ ജീവിതമേ ഉള്ളൂ. രണ്ടാമത്തൊരു ജീവിതം ഉണ്ടെന്ന് ആരും അവിടെ പോയിട്ട് ഇതുവരെ വാട്സപ്പ് മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. ഈ ജീവിതത്തിനെ സാർത്ഥകമാക്കുക, ഈ ജീവിതത്തിനെ സൃഷ്ടിപരമാക്കുക, അത് അവനവൻ്റെ ബുദ്ധിയിൽ ഉദിക്കണം ആ ആശയം. അതിന് നിങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും രക്ഷിതാക്കളും ഒക്കെ സഹായിക്കും. പക്ഷെ അവനവനെ കുറിച്ച് ഓർത്തിട്ടില്ല എങ്കിൽ പിന്നെ വേറെ ആര് സഹായിച്ചിട്ട് ഒരു കാര്യമില്ല. വളരെ കൃത്യമായിട്ടൊരു കാര്യമാണ്. ലോകത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. നിങ്ങളുടെ ഉള്ളിൽ അബ്ദുൽ കലാമുണ്ട്, ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ട്, നെൽസൺ മണ്ടേലയുണ്ട്. അങ്ങനെ പല നേതാക്കന്മാരും പല അനശ്വര പ്രതിഭകളുമുണ്ട്. ആ പ്രതിഭകളെ വളർത്തിക്കൊണ്ടുവരിക, അതാണ് നിങ്ങളുടെ കടമ. അത് വളർത്താതിരിക്കാൻ നിങ്ങൾക്ക് പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ ഡ്രഗ്സാണ്, ലഹരി പദാർത്ഥങ്ങളാണ്, നിഷ്ക്രിയ ചിന്തകളാണ്, നിഷേധ ചിന്തകളാണ്. ആ നിഷേധ ചിന്തകളെ ഒഴിവാക്കാൻ വായിക്കുക, വിജ്ഞാനം വളർത്തുക, മനുഷ്യനാവുക. ഈ കോളേജിലടക്കം എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിലെ ഒറ്റ കോളേജിലും എങ്ങനെ മനുഷ്യനാവുക എന്ന് പഠിപ്പിക്കുന്നില്ല. ആ മനുഷ്യനാവാൻ പഠിപ്പിക്കുമ്പോഴാണ് സർഗാത്മകതയുടെ രീതിയിലേക്ക് പോവുക. അതിപ്പോൾ ഈ പോലീസ് കാഡറ്റ് കോപ്സൊക്കെ മനുഷ്യനായിട്ട് കുട്ടികളെ സേവിക്കുക, ഈ ഡ്രഗ്സിനെതിരായിട്ടുള്ള അസന്നിഗ്ധമായ പോരാട്ടം നടത്തുക, സമൂഹത്തിന് സർഗാത്മകതയുടെ പാതയിലൂടെ നടത്തുക. അതിനെല്ലാവരുടെയും പിന്തുണയുണ്ടാകും. അതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ വാചകം തന്നെ കവചമെന്നാണ്. പൊന്നാനി പോലീസും കോസ്റ്റൽ പോലീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ആദ്യമായി അർപ്പിക്കുകയാണ്. കേവലം ലഹരി ഉപയോഗിക്കുന്നവരെ ശിക്ഷിക്കുക മാത്രമല്ല, അവർക്ക് ബോധവൽക്കരണം നൽകുവാനും ഇനിയൊരാളും അത്തരം കേസുകളിൽ പിടിക്കപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് പോലീസ് സംവിധാനത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏറെ ശ്ലാഘനീയമായിട്ടുള്ള ഈ പരിപാടിക്ക്, ലഹരിക്കെതിരെ കവചം തീർക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും പിന്തുണയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. യോഗാധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ലഹരിക്കെതിരെ മോചനം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പൊന്നാനി പോലീസും അതേപോലെ കോസ്റ്റൽ പോലീസും നടത്തുന്ന ഈ ഉദ്യമത്തെ ഹൃദയംഗമമായി അഭിനന്ദിക്കുന്നു. MES പൊന്നാനി കോളേജിൻ്റെ എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ഇവിടുത്തെ ഉദ്യമം നന്ദി പറയുക എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ഈ ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടം ഒരു നന്ദി പറച്ചിലൂടെ അവസാനിപ്പിക്കേണ്ട ഒന്ന് ആണെന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് ഇനിയും ഈ ലഹരിക്കെതിരെ പോരാടേണ്ടതുണ്ട്. നമ്മുടെ ഈ പൊന്നാനി പോലീസിൻ്റെയും പൊന്നാനി കോസ്റ്റൽ പോലീസിൻ്റെയും ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കിയ ഈ പദ്ധതി വിജയകരമായി തീരാൻ വേണ്ടി നമ്മുടെ ഈ പല കർമ്മ മേഖലകളിലും തിരക്കേറിയ ഒത്തിരി വിശിഷ്ട വ്യക്തികൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ സന്നിഹിതനായിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.